നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2026 മെയ് 3-ാം തീയതി 2 മുതൽ 5 മണി വരെ ഓൺലൈനായിട്ട് അപേക്ഷ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും NEET.NTA.NIC.in എന്ന വെബ്സൈറ്റിൽ അഡ്വാൻസ്ഡ് എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിച്ചപ്പോൾ കൊടുത്തിരിക്കുന്ന 3 സെൻറ്ററുകളിൽ ഏത് സെൻറ്ററാണ് എക്സാമിനായിട്ട് നമ്മൾ അനുവദിച്ചിരിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ അഡ്വാൻസ്ഡ് എക്സാം സിറ്റി സ്ലിപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. വിദ്യാർത്ഥികൾ അവരുടെ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും ഉപയോഗിച്ച് അഡ്വാൻസ്ഡ് എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഇന്ത്യയിലെ 552 ജില്ലകളിലും ഇന്ത്യക്ക് പുറത്ത് 14 സെൻറ്ററുകളിലുമാണ് ഈ വർഷം എക്സാം നടക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ എക്സാം സെൻറ്ററിൽ മാറ്റങ്ങൾ ഇതുവരെ അനുവദിച്ചിട്ടില്ല. നമ്മളുടെ അപേക്ഷിച്ച സമയത്ത് ഏത് എക്സാം സെൻറ്ററാണോ വെച്ചിരിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ നമ്മളുടെ അഡ്വാൻസ്ഡ് എക്സാം സിറ്റി അനൗൺസ്മെൻറ്റിൽ ലഭ്യമാവുന്നത്. ഈ അഡ്വാൻസ്ഡ് എക്സാം സിറ്റി അനൗൺസ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന്, നമ്മളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അതിനകത്തുണ്ടാവും. മറ്റൊന്ന്, നമ്മൾ അപേക്ഷിച്ചപ്പോൾ കൊടുത്തിരിക്കുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം, കാറ്റഗറി ഉൾപ്പെടെയുള്ളതെല്ലാം അതിനകത്തുണ്ട്. അതുപോലെ തന്നെ എക്സാം ഏത് ജില്ലയിലാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനകത്ത് തന്നെ ഏത് സ്കൂളിലാണ്, ആ സ്കൂളിൻ്റെ അഡ്രസ്സ് ഏതാണെന്നുള്ളത് അഡ്മിറ്റ് കാർഡിൽ നിന്ന് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് കൃത്യമായിട്ടും എക്സാമിന് കൊണ്ടുപോകാവുന്ന കാര്യങ്ങൾ, അതുപോലെ എക്സാമിന് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഏതാണ്ട് 11:30 എക്സാം സെൻറ്റർ ഓപ്പൺ ആവും. 1:30 എല്ലാ വിദ്യാർത്ഥികളും അഡ്മിറ്റ് കാർഡും വാലിഡ് ID പ്രൂഫും ഫോട്ടോഗ്രാഫുമായിട്ട് എക്സാം സെൻറ്ററിനുള്ളിൽ പ്രവേശിച്ചിരിക്കണം. ഗേറ്റ് ക്ലോസിംഗ് ടൈമാണ് 1:30. അങ്ങനെ എക്സാമിന് കൊണ്ടുപോകേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള കൃത്യമായ ഗൈഡൻസ് അഡ്വാൻസ്ഡ് എക്സാം സിറ്റി അനൗൺസ്മെൻറ്റിൽ നിന്ന് നമുക്ക് ലഭ്യമാകും. എല്ലാ വിദ്യാർത്ഥികളും അഡ്വാൻസ്ഡ് എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. കാരണം നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ ഉള്ള ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ അതെല്ലാം കറക്റ്റാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമാവും. വീണ്ടും അഡ്മിറ്റ് കാർഡ് നമുക്കറിയാം, എക്സാമിന് ഏതാണ്ട് 1-2 ദിവസം മുമ്പ് മാത്രം, ഏപ്രിൽ 30 അല്ലെങ്കിൽ മെയ് 1-ാം തീയതി ഒക്കെ മാത്രമേ വെബ്സൈറ്റിൽ ലഭ്യമാവുകയുള്ളൂ. അഡ്മിറ്റ് കാർഡ് മൊത്തത്തിൽ 4 പേജായിരിക്കും. അതിൻ്റെ 1-ാമത്തെ പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്തൊരു ഫോട്ടോഗ്രാഫ്, അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കണം, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇടണം. 2-ാമത്തെ പേജിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, വലിയൊരു ഫോട്ടോഗ്രാഫ് ഒട്ടിക്കണം. ഈ 2 പേജും നമ്മൾ എന്താണോ വാലിഡ് ID ആയിട്ട് കൊണ്ടുപോകുന്നത്, നമ്മളുടെ ആധാർ ആവാം, പാസ്പോർട്ട് ആവാം, ആ ഒറിജിനൽ ID പ്രൂഫുമായിട്ട് നമ്മൾ എക്സാം ഹാളിലോട്ട് പോകണം. ഒരു ഫോട്ടോഗ്രാഫ് അഡീഷണൽ ആയിട്ട് നമ്മൾ കൊണ്ടുപോകണം. അപ്പം 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് 4x6 വലിപ്പമുള്ള ഒരു വലിയ ഫോട്ടോയുമാണ് നമുക്ക് എക്സാം ഹാളിലേക്ക് അനുവദിക്കുന്നത്. അപ്പോൾ നീറ്റ് 2026 ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിട്ട് വരികയാണ്. നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ, പരീക്ഷകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മുന്നേറുക. എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകളോടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.